നാട്ടിലേക്കുള്ള എന്റെ വരവ് ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരാള് അതെന്റെ അമ്മാമയായിരുന്നു. എന്ന് ഫോൺ വിളിച്ചാലും ആൾ ആദ്യം ചോദിക്കുക എന്നാ കാണാൻ വരികയെന്നാ. അപ്പൊ ഞാൻ ആളോട് പറയും, അമ്മാമ ഞാൻ ഡിസംബർ ആകുമ്പോൾ ഉറപ്പായിട്ടും വരും, അപ്പോഴേക്കും എന്റെ പഠിപ്പൊക്കെ ഇവിടെ തീരുന്നു. പക്ഷെ എന്റെ നാട്ടിലേക്കുള്ള വരവ് പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിലെത്തിയിട്ട് ആദ്യം പോയി കണ്ടതും അമ്മാമനെ തന്നെയായിരുന്നു. എന്നെ കണ്ടപ്പോഴേ ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതാണല്ലോ വന്നത്. അങ്ങനെ അന്ന് ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു. നിന്റെ പഠിപ്പ് കഴിഞ്ഞില്ലേ, നിനക്ക് ജോലി ആയില്ലേ, നിന്റെ മുടി വെട്ടണില്ലേ, ഇതൊക്കെ തന്നെ അമ്മാമയ്ക്ക് ചോദിക്കാനുള്ളൂ. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അമ്മാമയ്ക്ക് വയ്യാതായിട്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു ആള്. ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ആളെ കാണാൻ പോയപ്പോ ആൾക്കാരെ തിരിച്ചറിയാൻ തന്നെ പറ്റിയില്ല. ഒരു ചെറിയ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ ആൾ ഉഷാറായി വന്നതായിരുന്നു. ഈ വയസ്സാണ് സമയത്ത് അവർക്ക് ഓർമ്മക്കുറവിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും. നമ്മുടെ വീട്ടിലൊക്കെ വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാന്ന് പറയുന്നത് വലിയ കാര്യമാട്ടാ. കാരണം എന്റെ നാട്ടിലേക്കുള്ള വരവ് ഒരു നിമിത്തം പോലെയായിരുന്നു. അങ്ങനെ അമ്മാമ്മയുടെ വാർദ്ധക്യം കൊണ്ടും ആളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും ഇപ്പൊ ആൾ ഈ ലോകത്തില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എവിടെയായിരുന്നു എല്ലാവരും ചോദിച്ചു. അതിന്റെ കാരണം അതായിരുന്നു. ആളുടെ അവസാന സമയത്ത് ആളുടെ എടുത്തിടാൻ പറ്റിയാലാണ് എനിക്ക് ഏറ്റവും വലിയ സമാധാനം. കാരണം ഞാൻ ആളോട് പറഞ്ഞിരുന്ന പോലെ ഡിസംബറിലാണ് ഞാൻ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ആളെ കാണില്ലായിരുന്നു. അങ്ങനെ എന്റെ ജീവിതത്തില് അമ്മാമ്മ എന്ന അധ്യായം ഇവിടെ തീർന്നു.